തലയിലിടേണ്ട സ്നാഗി ഇതേ തലയിലിട്ടിട്ട് ആശാൻ നിൽക്കണേ. ഞാനങ്ങനെ വെറുതെ ഇട്ട് കൊടുത്തതാണ്. അപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. ഞാൻ വീഡിയോയിലൊക്കെ കണ്ട് ഇട്ട് കൊടുത്തതാണ്. പിന്നെ ആശാൻ ഇതേ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞ് ഇതേ പല്ലേക്കാൻ നിന്ന്. പല്ലേക്കാൻ ഭയങ്കര മടിയാണ് കേട്ടോ. പിന്നെ അത് ഞാൻ കട്ടിലൊക്കെ ഒന്ന് വിരിച്ചു. അപ്പോഴേക്കും അവൻ്റെ അച്ചാച്ചൻ ദേ മീനെ കൊണ്ടുവന്നു. അവന് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ്. നിറച്ചും വെള്ളമാക്കിയപ്പോൾ ആ വെള്ളം കളഞ്ഞ് കൊടുത്തു കേട്ടോ. എന്തായാലും അവനതിനെ ഞെക്കി ഞെക്കി കൊല്ലും. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കൊണ്ടുവൻ നശിപ്പിക്കുമ്പോൾ. പിന്നെ അവനെയും പറഞ്ഞിട്ട് കാര്യമില്ല, അവന് ഇതൊക്കെ ഒരു ക്യൂരിയോസിറ്റി ആണല്ലോ. അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെച്ചു. പിന്നെ അടിച്ച് വരാനുണ്ടായിരുന്നു. പിന്നെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ തുണി മടക്കി വയ്ക്കാനാണ് ഏറ്റവും പാട്. കാരണം തുണി ഉണങ്ങിയില്ല. കുറച്ച് ദിവസമായിട്ട് നല്ല മഴയായിരുന്നല്ലോ. അപ്പോൾ കുറച്ച് ഉണക്കാകുമ്പോൾ വീണ്ടും അകത്തേക്ക് എടുത്തിടും. അത് കഴിയുമ്പോൾ ഇങ്ങനെ മടക്കി വയ്ക്കും. ഞാനീ നോക്കിയിട്ടിരിക്കുന്നത് കല്ലൂസിനെ കേട്ടോ. കല്ലൂസ് അവിടെ ഇരുന്ന് വികൃതി ഒപ്പിക്കുകയാണ്. അപ്പോൾ അവ എന്തെങ്കിലും ചെയ്യേണ്ടോ, എന്തെങ്കിലും മുകളിലേക്കൊക്കെ കയറണ്ടോ എന്ന് ആണ് ഞാനീ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കണ്ണ് തെറ്റിയ ആശാൻ ഓരോന്നിൻ്റെ മുകളിൽ കയറിയിരിക്കും കേട്ടോ. പിന്നെ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് ചോറ് തിളപ്പിച്ചൂറ്റാനുള്ള അരിയൊക്കെ ചോറിട്ടു കേട്ടോ. ചോറ് രാവിലെ വെച്ചതാണ്. അപ്പോൾ അത് തിളപ്പിച്ചൂറ്റാനായിട്ട് അങ്ങനെ അതൊക്കെ തിളപ്പിച്ചൂറ്റി ഉമ്മറത്തേക്ക് വന്നപ്പോഴേക്കും നല്ല കാലാവസ്ഥ, ചെറിയൊരു വെയിലും പിന്നെ തുടയ്ക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ തുടച്ച് പിന്നെ കുറച്ച് നേരം ഉമ്മറത്തൊക്കെ ഇരുന്നു. കാരണം നല്ല കാലാവസ്ഥയായിരുന്നു. ചെറിയൊരു ഇളം വെയിലൊക്കെ ആയിട്ട്, അധികം വെയിലില്ലാണ്ട്. പിന്നെ ഇത് കല്ലൂസിൻ്റെ കലാവിരുതാണ് അടുത്തത്. അപ്പോൾ അത്രയേ ഉള്ളൂ.